ഇന്നത്തെ നമ്മുടെ റെസിപ്പി തക്കാളി ചോറാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിരിക്കും ഇത്. എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഒരു കടായി ചൂടാക്കിയ ശേഷം അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കൂടെ 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കണം. 1/4 ടീസ്പൂൺ ജീരകം ചേർക്കാം. ഇനി നമുക്ക് ഒരു സവാള ചെറുതായിട്ട് എരിഞ്ഞതും ഒപ്പം 2 പച്ചമുളക് കീറിയിട്ടതും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കണം. വഴന്നു വരുന്ന സമയത്ത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, അല്പം കായപ്പൊടി, ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഗരം മസാലപ്പൊടിയും കായപ്പൊടിയും അല്പം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് തക്കാളി അരച്ച് ചേർത്തിട്ടുണ്ട് ഞാൻ. 2 തക്കാളിയാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ മിക്സർ ജാറിലിട്ടൊന്ന് അരച്ചിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ. ഇനി ഇത് നന്നായിട്ട് എണ്ണ തെളിയുന്നത് വരെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം. എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ചോറ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബസുമതി അരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് വേവിച്ചെടുക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചിട്ടുള്ളത്. ഇത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ യോജിപ്പിച്ചെടുത്ത് മല്ലിയില ഉണ്ടെങ്കിൽ അത് വെച്ച് ഗാർണിഷ് ചെയ്യാം. നമ്മുടെ തക്കാളി ചോറ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് റെസിപ്പിയായി കൊടുത്തയക്കാൻ പറ്റുന്ന വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. തക്കാളി ചോറ് അഥവാ തക്കാളി സാദം എന്നൊക്കെ പറയാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. അതുവരെ താങ്ക് യു. ബൈ ബൈ.